അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെ ബ്രോക്കർ വീട്ടിലേക്ക് വന്നു. ഉമ്മ, എന്തേ നിങ്ങൾ വിളിക്കണമൊന്നും കണ്ടില്ലല്ലോ, എന്താ ഇപ്പോൾ പറ്റിയതെന്ന് വിചാരിച്ചിരിക്കേ ഞാനേ വിളിക്കാത്തതേ ഓനക്ക് എങ്ങനെ ഞങ്ങളോട് പറയാ. എന്തായാലും നിങ്ങൾ പറയേ, ഓനക്കോളെ പറ്റാതിരിക്കൊന്നുമില്ല, പറ്റും. എന്നാലേ ഓനക്കോളെ ഇഷ്ടമില്ല എന്ന് എന്നോട് പറഞ്ഞത്. പഠിച്ചോനെ, എന്തിപ്പോൾ ഓന് പറ്റിയത്? അതിന് നിങ്ങൾ ബേജാറാവണ്ട, ഓള് നല്ല സുന്ദരിയാണല്ലോ, ഓൾക്ക് പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരും. സഫമോൾ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം കൊണ്ടുവരട്ടെ, എനിക്ക് പറ്റിയെങ്കിലല്ലേ ഞാൻ ഇങ്ങനെ കളിക്കും. എന്നാലേ എനിക്ക് ചുളിവിൽ അർജുനേട്ടൻ്റെ കൂടെ പോകാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഉമ്മ എന്നെ ശ്രദ്ധിച്ച് നിൽക്കും. ഞാൻ എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിലേക്ക് പോകാൻ നോക്കട്ടെ. അതേ ഉമ്മ വിട്ടുമില്ല. അതിന് ഞാനൊരു പോംവഴി നോക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ടെന്ന് പറഞ്ഞ് പോവാ. ഐഡിയ കിട്ടി. എന്താടി പെണ്ണേ, നിനക്ക് വിഷമമായോടി ഓനക്ക് എന്നെ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ? എന്തിനുമ്മ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിന് ഞാൻ പോകട്ടെ ഉമ്മ? വേണ്ട ഉമ്മ, കല്യാണത്തിന് 2 ദിവസം മുന്നേ വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, എനിക്ക് പേടിയാ. എന്തിനു പേടിക്കണം ഉമ്മ? ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് പോവലില്ലേ, പിന്നെ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് പേടി എന്തിനാ? അങ്ങനെ അവൾ ഇറങ്ങാട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി. എങ്ങനെയാ നീ പോകുന്നത്? ജസ്ലിനുണ്ടുമ്മ, ജസ്ലിൻ്റെ ഒപ്പമാണ് ഞാൻ പോകുന്നത്. എന്നാൽ വേഗം പോയി, അവിടെ എത്തിയിട്ട് നീ വിളിക്കണം കേട്ടോ മോളെ. അങ്ങനെ സഫമോള് വിളിക്കുകയാണ് അർജുനെ. എന്നാൽ അവിടെ എത്തിയിട്ട് വിളിക്കുകയാണ് കേട്ടോ മോളെ. ഞാൻ പോയി വരട്ടമ്മ. എടീ, അവൾ എവിടെയാണ് നിൽക്കുക? അവൾ ടൗണിലുണ്ടാവും ഉമ്മ. ഉമ്മാനെ പറ്റിച്ചാണ് അവൾ പോകുന്നത് കേട്ടോ. അവളെ കൂടെ കൂട്ടാൻ ജസീല ഉണ്ടോ? ഇല്ല, അർജുനാണ് വന്നത്. അങ്ങനെ അവർ പോയി. കല്യാണവുമില്ല. 3 ദിവസം അവർ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഉമ്മക്ക് സമാധാനമില്ല. ഉമ്മ, എന്താ പഠിച്ചോനെ ആ പെണ്ണ്? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ജസീലൊക്കെ ഒന്ന് വിളിച്ച് നോക്കണം. ഓളെ നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മ തപ്പി പിടിച്ചെടുക്കുകയാണ്. പഠിച്ചോനെ, ഇവളെ ഡയറി ഉണ്ടായിരുന്നു, അതും കാണുന്നില്ലല്ലോ. എൻ്റെ കുട്ടി എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന റബ്ബേ? ഉമ്മക്ക് കരച്ചിൽ വന്നു. എന്താണ് റബ്ബേ ഞാൻ ചെയ്യുക? അവൾ അവിടെ അർജുൻ്റെ കൂടെയാണ്. പാവം ഉമ്മ ഇതൊന്നും അറിയുന്നില്ല. അവൾ ബാംഗ്ലൂരിലും ലൈറ്റുകളും തിരക്കിട്ട വേറിട്ടൊരു അവൾ ബാംഗ്ലൂരിൽ നിറഞ്ഞ ഷോപ്പുകളും ലൈറ്റുകളും തിരക്കിട്ട വേറിട്ട ഒരു ലോകത്താണിപ്പോൾ സഫമോള്. അവിടെ കടക്കുമ്പോൾ കണ്ണുകൾ നിറയെ വിസ്മയം. കാരണം അവൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ വന്നപ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഹോസ്റ്റലിലല്ലേ താമസിക്കാം. അതാ അവൾക്ക് വിസ്മയം തോന്നിയത്. ഇപ്പോൾ അർജുൻ, നോക്ക്, ഇവിടെ നിറയെ കളക്ഷനുണ്ട്, നോക്ക്, വാ, നമ്മളും ഒന്ന് ഷോപ്പിംഗ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ? അർജുൻ ചിരിച്ചു. അങ്ങനെ അവൾ ഒരുമിച്ചു തെരുവിലൂടെ നടന്നു. സഫമോളിനൊരു മനോഹരമായ ഒരു കുർത്തി കാണപ്പെട്ടു. അർജുൻ, നിനക്ക് നന്നായിരിക്കൂടി, ഇതെടുക്ക്. ഇട്ടിട്ട് അവൾ ആ മിററിൽ നോക്കി. അവൾക്ക് തന്നെ അവളെ കണ്ടപ്പോൾ അതിശയം തോന്നി. അർജുൻ അവളെ നോക്കി. എന്ത് ഭംഗിയാടി നിനക്ക്. ഇതിട്ടിട്ട് ഒരു ഹൂറിയെ പോലെ ഉണ്ട് കേട്ടാ. അവൾ ചിരിച്ച് എപ്പോൾ കടന്നേ. ഗൈസ് സഫമോളെ നോക്കി ചിരിച്ചു. അത് കണ്ടപ്പോൾ അർജുൻക്ക് ഇഷ്ടമില്ല. അവൻ അവളുടെ കൈ പിടിച്ച് അവൾക്ക് സർപ്രൈസായി തോന്നി. അർജുൻ, എനിക്കെന്തോ തോന്നി. അവൻ കണ്ണുകൾ താത്തി. സഫമോളുടെ വാക്ക് കേട്ട് മനസ്സിൽ ആഴത്തിലെന്തോ ഉറച്ചുപോയി. അവൾ ഒന്നും പറഞ്ഞില്ല, പക്ഷേ അവൻ്റെ കൈ പിടിച്ചു കൊണ്ടേയിരുന്നു. ഒരു കോഫി കടയിൽ ഇരുന്നു അവർ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. അവരുടെ ചിന്തകൾക്കും പ്രണയത്തിനും വല്ലാതെ ചൂടുകൂടി. അവൾ ചോദിച്ചു, അർജുൻ, നിനക്ക് ഒരിക്കലെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? ഒരുമിച്ച് തുടങ്ങുന്ന ജീവിതം
അവൻ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഹേ, എനിക്ക് ഭയമില്ല സഫേ, കാരണം എവിടെയാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയല്ലേ. ഹൗ, അങ്ങനെ സത്യം സത്യം മോളെ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഇത് കണ്ട അർജുൻ, ഹേ കരയരുതിട്ടാ. കരയാനല്ല നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്. അങ്ങനെ ഉമ്മ വീണ്ടും വിളിക്കുന്നു. ഹലോ ഉമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ ഉമ്മ, ഞാൻ ഒരു തിരക്കില്ല. മോളെ നീ എന്താ, കല്യാണം കഴിഞ്ഞില്ലേ? ആ ഉമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. പഠിച്ചോനെ, ഏത് ഫ്രണ്ടിൻ്റെ? ഉമ്മാക്കത് അറിയാഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. പഠിച്ചോനെ, എൻ്റെ മോള് കാക്ക് റബ്ബേ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.